ഇത്തവണ UDFന് കാലിടറും. വരുന്ന തിരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ മുൻപുണ്ടായിരുന്നതുപോലെ ഒരു മികച്ച പ്രകടനം UDFന് കാഴ്ചവെക്കാൻ സാധിക്കുമോ? വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ UDFന് പ്രയാസമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രീപോൾ സർവേ പറയുന്നത്. ഇടുക്കിയിൽ UDFന് 14% വോട്ട് കുറയുമെന്ന് പ്രീപോൾ സർവേ വ്യക്തമാക്കുന്നുണ്ട്. 2019 54.23% വോട്ട് നേടിയ കോൺഗ്രസിന് ഇക്കുറി പ്രവചിക്കുന്ന വോട്ട് വിഹിതം എത്രയെന്നാൽ 40.69%. LDFന് വോട്ടിൽ 1.34% കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആകെ വിഹിതം എന്ന് പറയുന്നത് 34.26%. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ചയും പ്രീപോൾ സർവേ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 8.56% NDA വോട്ട് ഇക്കുറി 9.95% വർദ്ധിച്ച് 18.5% എത്തുമെന്നാണ് പ്രവചനങ്ങൾ. മറ്റു കക്ഷികളുടെയും സ്വതന്ത്രരുടെയും വോട്ടിലും 5% വർധന ഈ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. UDFന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വോട്ടുകളിൽ വലിയൊരു ഭൂരിഭാഗം NDAയിലേക്ക് മാറുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. ഇതിൽ ഏറെയും BJPയോട് അടുക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകളെന്നാണ് അനുമാനം. അതുപോലെ തന്നെ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ NDAക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വർധന പ്രവചിക്കുന്ന സീറ്റുകളിലൊന്നാണ് ഇടുക്കി എന്ന് പറയുന്നത്. 2014 ലോക്സഭയിലേക്ക് ആദ്യം മത്സരിച്ചപ്പോൾ തന്നെ തോൽപ്പിച്ച ജോയ്സ് ജോർജിനെ കഴിഞ്ഞ തവണ 1.25 ലക്ഷം വോട്ടിന് തിരിച്ചടിച്ചാണ് ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP ആയത്. ഡീൻ 4,98,493 വോട്ടും അതുപോലെ തന്നെ ജോയ്സ് ജോർജ് 3,27,440 വോട്ടും BDJS സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ 78,648 വോട്ടുമായിരുന്നു നേടിയത്. ഇക്കുറിയും ഡീൻ കുര്യാക്കോസും ജോയ്സ് ജോർജും തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നാണ് വിലയിരുത്തലുകൾ. BDJSലെ സംഗീത വിശ്വനാഥാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയിരിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 13ഇടത്തും UDFന് വിജയസാധ്യതയുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്ന 4 മണ്ഡലങ്ങളിൽ ഫലം പ്രവചനാതീതമാണ് എന്നത് ഉറപ്പാണ്. 3ഇടത്ത് മുൻതൂക്കം UDFനാണെങ്കിൽ പോലും അട്ടിമറിക്ക് സാധ്യതകളുണ്ട് എന്നുള്ള വിലയിരുത്തലുകളും നിലവിലുണ്ട്. സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് 43.38% പേർ UDFനും അതുപോലെ തന്നെ 34.74% പേർ LDFനും അതുപോലെ തന്നെ 18.44% പേർ NDAക്കുമാണ് വോട്ട് ചെയ്യുക. ഇങ്ങനെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലത്തൂർ, മലപ്പുറം, കോഴിക്കോട്, പൊന്നാനി, വയനാട്, കാസർഗോഡ് മണ്ഡലങ്ങളാണ് UDFന് പ്രതീക്ഷ പുലർത്താവുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടകര, കണ്ണൂർ, ആറ്റിങ്ങൽ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമായതിനാൽ തന്നെ ഫലം പ്രവചനാതീതമാണെന്നും സർവേ ഫലങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇത്തവണ NDAയുടെ സ്വാധീനമാണ് ഈ 4 മണ്ഡലങ്ങളിലെയും മത്സരം ഇത്രത്തോളം കടുത്തതാക്കുന്നത് എന്നാണ് പ്രവചിക്കുന്നത്. അതുപോലെ തൃശൂർ, ചാലക്കുടി, മാവേലിക്കര മണ്ഡലങ്ങളിൽ മുൻതൂക്കം UDFനാണെങ്കിൽ പോലും ഫലം മാറിയേക്കാം എന്ന വിലയിരുത്തലുകളുമുണ്ട്. ചാലക്കുടിയിൽ നോക്കുകയാണെങ്കിൽ UDFന് വോട്ടുകളിൽ 20-20യും ഇടത് വോട്ടുകളിൽ NDAയും വിള്ളൽ വീഴ്ത്താൻ സാധ്യത ഏറെയാണ്. തൃശൂരിൽ UDFന് മുൻതൂക്കം ഉണ്ടെങ്കിൽ പോലും അവിടെ ആർക്കാണ് പ്രാധാന്യം അല്ലെങ്കിൽ ആര് ജയിക്കും എന്നതിൽ മറ്റ് ഘടകകക്ഷികളും നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ തന്നെ LDFനല്ല UDFന് വോട്ട് വിഹിതം കുറയുമെന്നാണ് മാവേലിക്കരയിലെ ഒരു സവിശേഷ കാര്യമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. NDA വോട്ടുബലമാകും അന്തിമ ഫലം നിശ്ചയിക്കുക എന്നും പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്.
അതുപോലെ തന്നെ മാസപ്പടി വിവാദത്തിൽ കഴമ്പുണ്ടെന്നും സർവേയിൽ പങ്കെടുത്ത പകുതിയിലധികം പേർ അഭിപ്രായപ്പെട്ടതായും കാണാം. നവകേരള സദസ്സ് കേരളത്തിന് ഗുണം ചെയ്തോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് 47.04%, എന്നാൽ നവകേരള സദസ്സ് കൊണ്ട് ഗുണമുണ്ടായി എന്നും 46.2% പേരും അഭിപ്രായപ്പെടുന്നതായി കാണാം. അതുപോലെ വനിതാ സംവരണ നിയമത്തെയും വന്ദേ ഭാരത് ട്രെയിനിനെയും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളായി ചിലർ വിലയിരുത്തുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ക്ഷേത്രം BJP സർക്കാരിന്റെ ഒരു നേട്ടമല്ല എന്ന് അഭിപ്രായമുള്ളവർ 54% ആളുകളാണ്. അതുപോലെ അയോധ്യ തർക്കത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്നാണ് 56% പേരുടെയും നിലപാട്. ഇന്ത്യയുടെ സെക്യുലർ സ്വഭാവം നഷ്ടമാകുന്നതായി 50.59% പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതായി കാണാം. സംസ്ഥാന ഭരണത്തെ വിലയിരുത്തിയാകും വോട്ടെന്ന് 66% പേരും, കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് 49% പേരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇല്ല എന്ന് നിലപാടെടുത്തിരിക്കുന്ന മറ്റു ചിലരുമുണ്ട്. അത് 38% ആളുകളാണ്. ദേശീയ തലത്തിൽ പ്രതിപക്ഷ പ്രവർത്തനത്തിന് 66% ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിൽ സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലുമായി 28,000 വോട്ടർമാരെ നേരിൽ കണ്ട് മനോരമ ന്യൂസ് VMR പ്രീപോൾ സർവേ നടത്തിയതായാണ് അവകാശപ്പെടുന്നത്. വോട്ടർമാരെ മുഖാമുഖം കണ്ട് തയ്യാറാക്കിയ സർവേയാണ് മനോരമ ന്യൂസ് VMR 20/6 സർവേ എന്ന് പറയുമ്പോഴും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് സർവേ വിലയിരുത്തലുകളെ മാറ്റിയെഴുതാൻ സാധ്യതകൾ ഏറെയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഒരു അഭിമാന പോരാട്ടമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല LDFനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതേസമയം BJPയെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും. പുറത്തുവരുന്ന സർവേ ഫലങ്ങളിലെല്ലാം തന്നെ NDAയുടെ മുന്നേറ്റം പ്രകടമായി തന്നെ കാണുന്നുമുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങളും സർവേ ഫലങ്ങളും എല്ലാം തന്നെ പുറത്തുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പ് എല്ലാം മാറ്റിമറിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളെ ഒക്കെ മാറ്റി നിർത്തി ഇത്തവണ ഒരു ചരിത്രം തിരുത്തി എഴുതുന്ന തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്.